ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ആദാമിൻ്റെ പാപത്തെപ്പറ്റി, ലംഘനത്തെപ്പറ്റി, ഏകൻ്റെ ലംഘനത്താൽ ലോകത്തിൽ മരണം ഒരു യാഥാർത്ഥ്യമായി തീർന്നതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതോടുകൂടി ചേർന്ന് യേശുക്രിസ്തു എന്ന ഏകനാൽ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നീതിയെ സംബന്ധിച്ചും ജീവനെ സംബന്ധിച്ചും യേശുവിൻ്റെ ജീവിതം നിമിത്തം നമുക്ക് ലഭിച്ച നിത്യജീവൻ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആദാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി കാണാൻ നമുക്ക് സാധിക്കില്ല. അത് മനുഷ്യകുലത്തെ മുഴുവനായി പ്രതിദാനം ചെയ്യുന്ന ഒരു വാക്കായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഒരു മനുഷ്യൻ പലപ്പോഴും ഏകൻ ആണ് എന്ന് നാം ചിന്തിക്കും എങ്കിലും ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൽ അവിടെയുള്ള ആദിവാസികളോട് പേര് ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയോട് പേര് ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി തൻ്റെ പേര് ആയിരിക്കില്ല പറയുന്നത്. പകരം അവനായിരിക്കുന്ന ഗോത്രത്തിൻ്റെ ട്രൈബിൻ്റെ പേരായിരിക്കും പറയുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ആദിവാസി ഗോത്രവിഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെ തന്നെ കാണാം. വ്യക്തിയുടെ പേര് പറയാതെ അവരായിരിക്കുന്ന ഗോത്രത്തിൻ്റെ പേര് പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയും അർത്ഥം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പ് ആണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു എന്ന ഏകൻ എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും പരസ്പരം യേശുക്രിസ്തുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മളാരും വ്യക്തിപരമായി നിന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയല്ല, അതിനപ്പുറമായി ഒരു കൂട്ടായ്മയുടെ സന്തോഷമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് ഏകൻ്റെ ലംഘനം മൂലം ഏദൻ തോട്ടത്തിൽ മരണമുണ്ടായെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോടു കൂടി മരണത്തിൻ്റെ എല്ലാ ശക്തികളും ഇല്ലാതായി തീർന്നു. മരണത്തിൻ്റെ ശക്തികൾ ഇല്ലായ്മ ചെയ്തത് കൊണ്ടായിരിക്കാം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിക്കാൻ തക്കവണ്ണം പൗലോസിന് സാധ്യമായി തീർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം കൊണ്ടാണ്, ക്രൂശിലെ അനുസരണം കൊണ്ടാണ്. അപ്പോൾ ഈ അനുസരണത്തിലൂടെ ലോകത്തിൽ ജീവൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് ഏതെങ്കിലുമൊക്കെ ജീവിതത്തെ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഉപരിയായി നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ലോകത്തിലെ എത്രയോ പേരെ നമ്മൾക്ക് ഈ കൂട്ടായ്മയിലേക്ക്, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായി നമ്മുടെ മുൻപിൽ ഉണ്ടാകണം. യുദ്ധാനന്തരം ഒറ്റപ്പെട്ടു പോകുന്ന 2 സഹോദരങ്ങളുടെ കഥ പറയുന്ന ജാപ്പനീസ് സിനിമയാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്. യുദ്ധത്തെ തുടർന്ന് ബോംബ് ഷെൽട്ടറിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്ന സഹോദരങ്ങൾ അന്ധകാരം മാത്രമുള്ള ഷെൽട്ടറിൽ വെളിച്ചത്തിനായി മിന്നാമിനുകുകളെ പിടിച്ചു കയറ്റുന്നു. രാവിലെ എല്ലാം ചത്തുപോകുന്നു. ഒരു സഹോദരൻ മറ്റു സഹോദരനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് നമുക്ക് വെളിച്ചം തന്ന മിന്നാമിനുകുകൾ പെട്ടെന്ന് ചത്തുപോകുന്നത്? അപ്പോൾ മറുപടിയായി മറ്റു സഹോദരൻ പറയുന്നു, മിന്നാമിനുകുകളായി ശോഭിക്കുന്ന മനുഷ്യർ അപൂർവം ചില ആളുകളുടെ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും വിധേയനായി മരിക്കേണ്ടി വരുന്നു. അതുപോലെ ഏതാനും ചില ആളുകൾ തങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി, തങ്ങളുടെ ജീവിതം മനുഷ്യകുലത്തിന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിലൂടെ അനേകം ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒരു ദൈവോന്മുഖമായ ജീവിതമായി മാറണമെന്നുള്ളത് ഈ ഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം അനേകം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ കാലയളവിൽ സഹായകരമാകട്ടെ.
അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.